ഇന്ന് നമ്മൾ ഓസിലേഷൻസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ദിവസം നമ്മൾ ഓസിലേഷൻസ് എടുത്തു തുടങ്ങിയിരുന്നു. സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ടുഡേ വി വിൽ ഡിസ്കസ് എനർജി ഓഫ് particle executing SH. സിമ്പിൾ ഹാർമോണിക് മോഷൻ പെർഫോം ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ എനർജി. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? SHM എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഞാൻ ഒന്നുകൂടെ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് the restoring force acting on the particle as F is equal to minus kx. K is spring constant or force constant in general, force constant. Okay. X is displacement from equilibrium position. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d square x by dt square plus omega square x is equal to 0, where omega is square root k by m. K എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ്, m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് SHM is equal to x of t, and that is a sin omega t plus phi. Here A is amplitude, omega is frequency, phi is initial phase. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വെലോസിറ്റി ഓഫ് SHM, വെലോസിറ്റി എന്ന് പറയുന്നത് v of t is a omega sin omega t plus phi plus pi by 2 അല്ലെങ്കിൽ എനിക്കിതിനെ തന്നെ ഇങ്ങനെ എഴുതാം, or v of t is equal to a into root of omega into root of a square minus x square. This is velocity. Is it clear? ഇവിടെ ഇപ്പോൾ ഇതിനെ ടി അല്ല, ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ വി ഓഫ് എക്സ് എന്ന് എഴുതാം. വി ഓഫ് എക്സ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ഓഫ് ടി, ഇറ്റ് ഈസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ പ്ലസ് ഫൈ പ്ലസ് പൈ എന്നെഴുതും. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് പൈ എന്ന് പറയുന്നത് മൈനസ് സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എക്സ് എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഹലോ, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? എന്താണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എങ്ങനെയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക? ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും തമ്മിൽ എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്? ഓക്കെ, വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിൽ എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എനിക്ക് വേണ്ടത് എനർജി എന്താണെന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് വി വിൽ കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി. 2 തരം എനർജിയാണ് ഉണ്ടാവുക. വൺ ഈസ് കൈനറ്റിക് എനർജി, സെക്കൻഡ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ്. ഓക്കെ, എനർജി ഡ്യൂ ടു മോഷൻ. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്, അതിനൊരു വെലോസിറ്റി ഉണ്ട്. സോ ഇറ്റ് വിൽ പോസസ് കൈനറ്റിക് എനർജി.
Expression for kinetic energy Ke is a half mv square. Expression for kinetic energy is half mv square. ഇത് ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്നത്. Here v is equal to ഒന്നുകിൽ എനിക്ക് എന്തെഴുതാം e omega cos omega t plus 5. ഇത് തന്നെയാണ് ഇവിടെ ഈ പൈ ബൈ 2 എന്നുള്ള എഴുതുന്നതിന് പകരം സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ കോസ് തീറ്റ എന്ന് നമുക്കറിയാം. സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ കോസ് തീറ്റ ആണ്. ഇറ്റ് ഈസ് കോസ് ഒമേഗ ടി പ്ലസ് 5 ഓർ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ രണ്ട് എക്സ്പ്രഷനും ഞാൻ പറഞ്ഞത് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ cos square omega t plus 5 അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഈ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ആ റൂട്ട് പോവും, ബാക്കി എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കൈനറ്റിക് എനർജീനെ ഒന്നുകിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒന്നുകിൽ ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ ഇതാണ്. ഇതാണ് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന പൊസിഷൻ നോക്കാം നമുക്ക്. കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന പൊസിഷൻ, കൈനറ്റിക് എനർജി ഈസ് മാക്സിമം വെൻ, എപ്പോഴാണ് മാക്സിമം ആവുക? ഈ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഒരു നെഗറ്റീവ് ടൈമാണ്. ആ നെഗറ്റീവ് ടൈമിലെ വാല്യൂ വളരെ കുറവാണെങ്കിൽ ടോട്ടൽ വാല്യൂ കൂടുതലായിരിക്കും. കാരണം സബ്ട്രാക്ട് ചെയ്യപ്പെടേണ്ടത് വളരെ കുറവാണെങ്കിൽ ടോട്ടൽ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ എക്സ് 0 ആവുക എന്നുള്ളതാണ് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത്. എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം. എക്സ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള ദൂരമാണ്. സോ എക്സ് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആണ് മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. മിനിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി ഈസ് മിനിമം വെൻ എക്സ് ഈക്വൽ ടു എ അറ്റ് എക്സ്ട്രീം പോയിന്റ്സ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന് രണ്ട് എക്സ്ട്രീമിലേക്കും ഒരു പോയിന്റിനെ നമ്മൾക്ക് ഇങ്ങനെ അറിയാം, ഒരു സ്പ്രിങ്, അതിൻ്റെ അടുത്തൊരു മാസ്, ഇതിനെ ഇങ്ങോട്ട് വലിച്ച് ദൂരം വലിച്ചിട്ട് വിട്ടു കഴിഞ്ഞാൽ ഇതിന്റെ മോഷൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. ഈ മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ അതിനൊരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്, പിന്നെ രണ്ട് എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ട്. ഈ രണ്ട് എക്സ്ട്രീം പൊസിഷനാണ്, ഒന്ന് പ്ലസ് എയും മറ്റേത് മൈനസ് എയും. അപ്പൊ ഇവിടെ എനിക്ക് കൃത്യമായിട്ട് എങ്ങനെ തന്നെ എഴുതാം, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ. പ്ലസ് എ വന്നാലും മൈനസ് എ വന്നാലും എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആവും. സോ കൈനറ്റിക് എനർജി 0 ആവും. എക്സ്ട്രീം പൊസിഷൻസിലാണ് സംഭവിക്കുക. കൈനറ്റിക് എനർജിയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആണോ? ഹലോ. കൈനറ്റിക് എനർജി മാക്സിമം വാല്യൂയുടെ പകുതി ആവുന്നത് എവിടെയായിരിക്കും? When will or at what distance from equilibrium position will kinetic energy is half of the maximum value. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് ആൻസർ പറയാം. എത്ര ഡിസ്റ്റൻസിലാണ്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കൈനറ്റിക് എനർജി മാക്സിമം വാല്യൂവിന്റെ പകുതി ആവുക? മാക്സിമം വാല്യൂ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, ശരിക്കുള്ള എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാക്സിമം വാല്യൂവിന്റെ പകുതി ആവുക ഏത് ദൂരത്തിലാണ്? എക്സ് എത്ര വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇതിന്റെ പകുതി ആവുക?
ഹലോ, എത്രയാണ് ആൻസർ? ഹലോ, ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ഹലോ, സാനിയ, എത്രയുടെ ആൻസർ കിട്ടിയേ? കൈനറ്റിക് എനർജി മാക്സിമം വാല്യൂയുടെ പകുതി ആവുന്നത് ഏത് എക്സ് വാല്യൂവിനാണ്? 302 ആരാ? ഹലോ, 317 ആരാ? എത്രയുടെ കിട്ടിയേ? താൻ മാത്രം റെസ്പോണ്ട് ചെയ്യാറുള്ളൂ എന്നുള്ളതുകൊണ്ട്. ഇവിടെ കൈനറ്റിക് എനർജിയുടെ ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഈ വാല്യൂ കണ്ടല്ലോ, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞ് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ഒരു വാല്യൂ, ½ m⁻²². ഇത് രണ്ടും കണ്ടോ? ഇത് രണ്ടും ഒരു പേപ്പറിൽ എഴുതി വെക്കും. എഴുതിയോ? കൈനറ്റിക് എനർജിയുടെ വാല്യൂ പിന്നെ അതിന്റെ മാക്സിമം വാല്യൂ രണ്ടും എഴുതി വെച്ചോ? ഈ എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ 0 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നു. എക്സിന്റെ സ്ഥാനത്ത് a ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് 0 കിട്ടുന്നു. എക്സിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ എഴുതിയതിന്റെ പകുതി കിട്ടും എന്ന് പറഞ്ഞാൽ 1/4 m⁻² എന്നാവും എന്നാണ് ചോദ്യം. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ വാല്യൂവിന്റെ പകുതി, അതായത് 1/4 m⁻² എന്ന് കിട്ടും. 1/2ന്റെ പകുതി 1/4 ആണല്ലോ, അല്ലേ? ഈ എക്സ്പ്രഷനിൽ ഇത്രയും നിങ്ങൾക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സ്ഥാനമാണ്. ഈ ഒരു എക്സ്പ്രഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇൻ ടേംസ് ഓഫ് എ ആണ്, എയുടെ ടൈമിൽ എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ a/3 എന്നാണോ, a/4 എന്ന് കൊടുക്കും. ഇവിടെ a/4 എന്ന് കൊടുത്ത് നോക്കുക, അല്ലെ a/2 എന്ന് കൊടുത്ത് നോക്കുക, അല്ലെ a/3 a/4 എത്ര വാല്യൂ കൊടുത്താലാണ് ഇത് 1/4 m⁻² ആവുക? ഇപ്പോഴും മനസ്സിലായില്ല? ചോദ്യവും മനസ്സിലായില്ല? പറ. ഹലോ, നിങ്ങൾ തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കാണിച്ചൂടെ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു മലയാളത്തിൽ ഒരാൾ പറഞ്ഞു തരിക? ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് ഈ ഒരു ഇക്വേഷന്റെ ആൻസർ 1/4 m⁻² എന്നാവുക? ഈ എക്സിന്റെ സ്ഥാനത്ത് a/2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്തേ, എത്ര കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അത്രയെങ്കിലും പറഞ്ഞില്ല, സന്തോഷം. a/2 എന്ന് അയാൾ പറഞ്ഞു.
അപ്പോൾ ഞാൻ ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് a/2 എന്ന് കൊടുക്കാനാണ് അയാൾ പറഞ്ഞത്. അപ്പം നോക്കാം നമുക്ക്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് a/2ൻ്റെ സ്ക്വയർ a²/4 ആണോ? അപ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് a²/4 LCM എടുത്താൽ 4a² മൈനസ് a² ഹോൾ ഡിവൈഡഡ് ബൈ 4. ശരിയാണോ? ഹാഫ് എം ഒമേഗ സ്ക്വയർ 3a²/4. അതിൻ്റെ അർത്ഥം ദിസ് ഈസ് നൗ 3/4 ടൈംസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ a². ആണോ? അപ്പോൾ കൈനറ്റിക് എനർജി ഇപ്പം മാക്സിമം വാല്യൂവിൻ്റെ 3/4 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ പകുതിയാണോടോ? ഇല്ലല്ലോ, മുക്കാലല്ലേ. അപ്പൊ ഇതല്ല ആൻസർ. അയാൾ അത്രയും പറഞ്ഞല്ലോ. ഇനി ഇതിൽ കൂടുതൽ എന്താ, എന്ത് a/2 കൊടുത്താൽ കിട്ടില്ല എന്ന് മനസ്സിലായി. എത്ര കൊടുത്താലാണ് ഇവിടെ 3/4ന്റെ സ്ഥാനത്ത് 1/2 കിട്ടുക? a/√2. വെരി ഗുഡ്. a/√2 ആണ് ആൻസർ. a/√2 കൊടുത്തിട്ട് എല്ലാവരും ചെയ്തു നോക്കി. a/√2 ഇവിടെ കൊടുത്താൽ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ a²/2 വരത്തില്ലേ? വരുമോ? വരും. a² മൈനസ് a²/2 എന്ന് പറഞ്ഞാൽ എന്താവും? വെൻ x ഈസ് ഈക്വൽ ടു a/√2 കൈനറ്റിക് എനർജി എന്താവും? ഹാഫ് എം ഒമേഗ സ്ക്വയർ a² മൈനസ് a/√2 ദി ഹോൾ സ്ക്വയർ. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ a² മൈനസ് a²/2. So kinetic energy is equal to half m omega square a² minus a²/2. LCM എടുത്തു 2a² minus a²/2. So kinetic energy is half m omega square. 2a² minus a² is a²/2. So half into ബാക്കിയുള്ളത് half m omega square a². ഈ half m omega square a² എന്നുള്ളതാണ് കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ. So kinetic energy will be half of maximum value when x is equal to a/√2. Clear ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഒരു സ്പ്രിങ്, അടുത്തൊരു മാസ്. ഈ മാസിനെ ഞാൻ 10 സെന്റിമീറ്റർ വലിച്ചു. എത്ര ദൂരം വലിച്ചു? 10 സെന്റിമീറ്റർ മാക്സിമം ആണ്. 10 സെന്റിമീറ്റർ വരെ വലിച്ചു. കൈവിട്ടു കഴിയുന്ന സമയത്ത് ദിസ് വിൽ ഓസിലേറ്റ് between these 2 points. 10 വരെയാണ് വലിച്ചത്. അങ്ങോട്ട് 10 പോയെങ്കിൽ ഇങ്ങോട്ടും 10 തന്നെ വരും. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓസിലേറ്റ് ചെയ്യും. ഹലോ, ഇത് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി suppose it is 1 oscillate ചെയ്യുന്ന ഫ്രീക്വൻസി 1 ആണ്. then find മാസും കൂടെ പറയണം അല്ലേ? മാസും 1 ആണ്. okay, all are in SI units. This is also in SI unit. 10 എന്നുള്ളതിന് പകരം 10 സെന്റിമീറ്റർ അല്ല പറഞ്ഞത്. 10 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് എഴുതിയാൽ ദിസ് ഈസ് സംതിങ് ലൈക്ക് 0.1. ഇത് 0.1. എല്ലാ SI യൂണിറ്റ് ആണ് കേട്ടോ, എല്ലാ SI യൂണിറ്റിലാണ്. ഇത് 0.1. മാസ് 1 ആണ് ഈ പാർട്ടിക്കിളിന്റെ.
ആംഗുലർ ഫ്രീക്വൻസി 1 ആണ്. ഫൈൻഡ് മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. ഫൈൻഡ് മാക്സിമം കൈനറ്റിക് എനർജി എത്ര ആയിരിക്കും വരിക? എല്ലാവരും ചെയ്തിട്ട് പറയാം. പറയൂ. മാക്സിമം കൈനറ്റിക് എനർജി. ഹലോ, ഇതല്ലേ എക്സ്പ്രഷൻ? എത്ര വരും? 1/2 × 1 × 1² × 0.1 ഹോൾ സ്ക്വയർ ആണോ? ആൻസർ 0.01/2, 0.005. 0.01ന്റെ പകുതി. ശരിയാണോ? ഓക്കെ. ഈ കൈനറ്റിക് എനർജിയുടെ പകുതി വാല്യൂ ഏത് ദൂരത്തിലാണ് ഉണ്ടാവുക എന്ന് പറയും? കൈനറ്റിക് എനർജി വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് മാക്സിമം വാല്യൂ. ആ മാക്സിമം വാല്യൂ എവിടെയായിരിക്കും? ഈ ഒറിജിനിലൂടെ പാസ് ചെയ്യുമ്പോൾ അല്ലേ? ഇക്വിലിബ്രിയത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, ഇതുവഴി പാസ് ചെയ്യുമ്പോൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഇതുവഴി പാസ് ചെയ്തപ്പോഴാണ് അതിന് മാക്സിമം കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം എത്തുമ്പോഴാണ് അതിന്റെ കൈനറ്റിക് എനർജി ഈ വാല്യൂയുടെ പകുതിയായിട്ട് മാറുക? ദൂരം എത്ര? (0.1/√2). ഓക്കെ, 0.1/√2 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1/√2 എന്ന് പറഞ്ഞാല് 0.707 ആണ്. ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 0.0707 എന്നാണ് വരിക. കൈനറ്റിക് എനർജി എത്രയാവും? എത്ര എവിടെ? അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.0025. റൈറ്റ് ആണോ? ഹലോ, ഓക്കെ. അപ്പൊ ഈ ദൂരം എന്ന് പറയുന്നത് നോക്കുക, നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു 2 പോയിന്റിനിടയ്ക്ക് ഇവിടെ മാക്സിമം ഇവിടെ 0 ആവുമ്പോൾ അതിന്റെ പകുതിയിലായിരിക്കാം കൈനറ്റിക് എനർജി ഈ മാക്സിമം വാല്യൂവിന്റെ പകുതിയായിട്ട് കുറയുന്നത് എന്നാണ്. ഇവിടെ ഉള്ള ക്വാണ്ടിറ്റിക്ക് മാക്സിമം വാല്യൂ, ഇവിടെ എത്തുമ്പോഴേക്ക് 0 വാല്യൂ. അങ്ങനെയാണെങ്കിൽ മിഡിൽ പോയിന്റിലായിരിക്കാം ഇതിന്റെ വാല്യൂ പകുതിയാവുന്നതെന്നാണ്. പക്ഷെ മിഡിൽ പോയിന്റിലല്ല പകുതിയാവുന്നത്, പകരം 0.07 എന്ന് പറയുമ്പോൾ മിഡിലും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വരണം. ഈ ഒരു സ്ഥലം എത്തുമ്പോഴാണ് കൈനറ്റിക് എനർജിയുടെ വാല്യൂ എത്രയായിട്ട് കുറയുള്ളൂ? സെന്ററിലുള്ളതിന്റെ പകുതിയായിട്ട് കുറയുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഹലോ, ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം. നമുക്ക്. ഇത് 0, ഇതാണ് എ എന്ന് വിചാരിക്കുക. 1 2 3 4 5. ഇതാണ് -A. ഇതാണ് കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ എന്ന് വിചാരിക്കുക. K മാക്സിമം. എങ്ങനെയായിരിക്കും ആ ഗ്രാഫ് വരിക? ഇക്വിലിബ്രിയം പോയിന്റില്, ഒറിജിനില് കൈനറ്റിക് എനർജി മാക്സിമം. 2 എക്സ്ട്രീം പോയിന്റ് എത്തുമ്പോൾ കൈനറ്റിക് എനർജി എത്രയാവും? 0 ആവും. എ എന്ന് പറയുന്ന ഈ എൻഡ് എത്തുമ്പോഴും കൈനറ്റിക് എനർജി 0 ആണ്. -A എന്ന് പറയുന്ന ഈ എൻഡ് എത്തുമ്പോഴും കൈനറ്റിക് എനർജി 0 ആണ്. സെന്ററിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ മാക്സിമം ആണ്. ഈ 3 പോയിന്റുകൾ മനസ്സിലായല്ലോ? യെസ് ഓർ നോ? ഇനി ആ ഗ്രാഫ്
സ്ട്രൈറ്റ് ലൈൻ അല്ല, ഇത് ഇങ്ങനെ അല്ല ജോയിൻ ചെയ്യുക. ഇങ്ങനെ ജോയിൻ ചെയ്താൽ അതിന്റെ അർത്ഥം പകുതി എത്തുമ്പോഴാണ് കൈനറ്റിക് എനർജിയുടെ വാല്യൂ പകുതി ആവുകയാണ്. 0.5 a/2 എത്തുമ്പോൾ കൈനറ്റിക് എനർജി പകുതി ആവുന്നതാണ് ഇങ്ങനെ ജോയിൻ ചെയ്താൽ അതിന്റെ മീനിങ്. അതുകൊണ്ട് ഇങ്ങനെയല്ല ആ ഗ്രാഫ് ജോയിൻ ചെയ്യുക. ആ ഗ്രാഫ് 3 പോയിന്റുകൾ കറക്റ്റ് ആണ്, പക്ഷെ അവരെ ജോയിൻ ചെയ്യേണ്ടത് അങ്ങനെയല്ല. പകരം അതൊരു പരാബോളയാണ്. സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ ഈ മാക്സിമം വാല്യൂ 1, 2, 3, 4, 5 കളമാണ്. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.5 വരുന്നത് എവിടെയാണെന്ന് നോക്കൂ നിങ്ങൾ. ഈ ഭാഗത്താണ്, പകുതിയുടെ ഇപ്പുറത്താണ്, a/2 ഇപ്പുറത്താണ്. 0.707 അവിടെയാണ് ഏകദേശം. മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചെന്ന്? ഹലോ, കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂന്റെ പകുതി ആവുന്ന ദൂരം a/2 അല്ല, പകരം a/√2 ആണ്. a/√2 എന്ന് പറഞ്ഞാൽ റഫ്ലി 0.7 എന്നാണ് a/√2. ക്ലിയർ ആണോ? എന്നാൽ ഈ ഡിസ്റ്റൻസിന്റെ പകുതി ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? a/2 ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജിയുടെ വാല്യൂ എത്ര ആയിരിക്കും? അത് നേരത്തെ അയാള് പറഞ്ഞിരുന്നു. a/2 ആവുന്ന സമയത്ത് നോക്കൂ, x a/2 ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി 3/4 ഭാഗം ഉണ്ടാവും, 3/4 ഓഫ് മാക്സിമം വാല്യൂ. അതുകൊണ്ടാണ് a/2ന്റെ നേരെയുള്ള കൈനറ്റിക് എനർജി നോക്കിക്കഴിഞ്ഞാൽ റഫ്ലി അത് ഇതിന്റെ 3/4 ഭാഗം ഉണ്ടാവും, മാക്സിമത്തിന്റെ 3/4 ഭാഗം. ശരിയാണോ? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ എല്ലാം? അപ്പൊ കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ ലീനിയർ ആയിട്ടല്ല, പകരം ഈ ഒരു രീതിയിലാണ് കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ. ആംപ്ലിറ്റ്യൂഡിന്റെ പകുതി ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി 3/4 ഭാഗം ഉണ്ടാവും. ആംപ്ലിറ്റ്യൂഡിന്റെ 0.7 ആവുന്ന സമയത്ത് ആ കൈനറ്റിക് എനർജി പകുതിയിലേക്ക് കുറയുക, പിന്നെ പെട്ടെന്ന് കുറഞ്ഞിട്ട് 0 ആവും. ഇതാണ് കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ. എല്ലാവരും ഓക്കെ ആണോ? ഹലോ, പൊട്ടൻഷ്യൽ എനർജി എന്താ പൊട്ടൻഷ്യൽ എനർജി വരിക? എഫ് അറിയാമെങ്കിൽ, F = -kx ആണെന്ന് അറിയാമെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ഒരു ബോഡിയിൽ പെർഫോം ചെയ്യുന്ന വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. വർക്ക് ഡൺ ഫോർ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dx is dw is equal to f dot dx. dw is equal to f is -kx. It is towards the equilibrium position. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുക. ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചു. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന ഇങ്ങോട്ടാണ്, എഫ്. നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒറിജിനിൽ ഇങ്ങോട്ട് ഒരു ദൂരം ഡിസ്പ്ലേസ് ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഇങ്ങോട്ട് ഒരു ദൂരം ഡിസ്പ്ലേസ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ്. സോ ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എഫ് ഡോട്ട് ഡി എക്സ് എന്ന് പറയുന്നത്, ഇത് ഡി എക്സ് ദൂരമാണ് കേട്ടോ. വളരെ ചെറിയൊരു ദൂരം ഈ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ചെറിയൊരു ദൂരം നീക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. സോ -kx, ഈ എഫ് ഡോട്ട് ഡി എക്സിന് എനിക്ക് എന്ത് എഴുതാം? എഫ് ഡി എക്സ് കോസ്, ഇവർക്ക് രണ്ടുപേർക്ക് എടുക്കുന്ന ആംഗിൾ എത്രയാണ്? ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, എ ഡോട്ട് ബി ഈസ് എ ബി കോസ് തീറ്റ. അത് കഴിഞ്ഞ സെമിസ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചാണ്, എ ബി കോസ് തീറ്റ. അപ്പൊ എഫ് ഡോട്ട് ഡി എക്സ് ഈസ് എഫ് ഡി എക്സ് കോസ്, എഫിനും ഡി എക്സിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 180. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ആംഗിൾ എത്രയാണ് വരിക? 180. സോ ദിസ് ഈസ് -f dx. എഫിനകത്ത് ഓൾറെഡി ഒരു -kx ഉണ്ട്, അപ്പൊ -kx dx എന്ന് വരും. ദാറ്റ് ഈസ് +kx dx. ഇതാണ് dw.
അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിങ് ഫ്രം സം 0 to x, 0 മുതൽ അല്ലെങ്കിൽ എ വരെ 0 to a ദൂരം ഡിസ്പ്ലേസ് ചെയ്യിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എ എന്നുള്ളതിന് പകരം നമ്മൾ വേരിയബിൾ എന്നുള്ളതിലേക്ക് എക്സ് തന്നെ എടുക്കാം. 0 മുതൽ ഒരു എക്സ് ദൂരം വലി, ഇതിപ്പോ ചെറിയൊരു ദൂരം ഡി എക്സ് വലിക്കാനുള്ള വർക്ക് ഡൺ ആണ്. അതിന് പകരം 0 മുതൽ എക്സ് ദൂരം വരെ വലിക്കണമെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഒമേഗയും ഡബ്ല്യു മാറിപ്പോയി, ഇത് ഡബ്ല്യു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രൽ 0 to x kx dx, ചെറിയൊരു ക്വാണ്ടിറ്റി ഡി ഡബ്ല്യു അറിയാമെങ്കിൽ ടോട്ടൽ ഡബ്ല്യു കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 to x kx dx. It is k into x dx in integral x square by 2. So it is kx square by 2 or half kx square. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. This work done is stored as the potential energy. This work done is stored as potential energy. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്? PE is half kx square. Half kx square. But what is k? Root omega is root k by m. അപ്പോൾ k എന്ന് പറയുന്നത് m omega square ആണ്. k എന്ന് പറയുന്നത് m omega square ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനിൽ ആ കെയുടെ സ്ഥാനത്ത് അത് കൊടുത്താൽ ഇറ്റ് ഈസ് ഹാഫ് m omega square x square. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ. ഹാഫ് m omega square x square. അല്ലെങ്കിൽ ആ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് m omega square x square എന്ന് പറഞ്ഞാൽ a square sin square omega t plus. കാരണം എക്സ് എന്ന് പറയുന്ന സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിനുള്ള എക്സ്പ്രഷൻ ഞാൻ ഇന്നത്തെ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. സോ എക്സ് സ്ക്വയർ ഈസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിന് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. പൊട്ടൻഷ്യൽ എനർജി എവിടെയായിരിക്കും മാക്സിമം? പൊട്ടൻഷ്യൽ എനർജി എവിടെയായിരിക്കും മാക്സിമം? എവിടെയായിരിക്കും? എക്സ് എത്രയാകുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുക? പ്ലസ് ഓർ മൈനസ് എ ആവുമ്പോൾ. എന്താ പ്ലസ് ഓർ മൈനസ് എ എന്ന് പറഞ്ഞാൽ എവിടെയാണത്? എക്സ്ട്രീം പോയിന്റ്സിൽ, രണ്ട് എൻഡ് പോയിന്റ്, എക്സ്ട്രീം പോയിന്റ്സ്. മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. എക്സിന് പ്ലസ് എയോ മൈനസ് എയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ വരും. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്ന സ്ഥലം എവിടെയായിരിക്കും? when x is equal to 0. So potential PE minimum is equal to 0. Okay. പൊട്ടൻഷ്യൽ എനർജി പകുതിയാവുന്നത് എവിടെയായിരിക്കും? ഹാഫ് ഓഫ് മാക്സിമം വാല്യൂ വെൻ പറ. നേരത്തെ കൈനറ്റിക് എനർജി പകുതി ആവുന്നത് ഹലോ a by root 2. a by root 2 എന്നുള്ള ദൂരത്ത് കൈനറ്റിക് എനർജിയും പകുതിയായിരിക്കും, പൊട്ടൻഷ്യൽ എനർജിയും പകുതിയായിരിക്കും. കൈനറ്റിക് എനർജിയും പകുതിയായിരിക്കും, പൊട്ടൻഷ്യൽ എനർജിയും പകുതിയായിരിക്കും. അപ്പോ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഗ്രാഫ് വരച്ച് നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എ, 1 2 3 4 5 മൈനസ് എ 1 2 3 4. മുകളിലേക്ക് ലെഫ്റ്റിലേക്കൊക്കെ ഒരേ ദൂരം എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് ഒരേ ദൂരമായിരിക്കണം, എയും മൈനസ് എയും ആയി. മുകളിലേക്കുള്ള ദൂരം ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇനി പറഞ്ഞോ, 3 പോയിന്റ് എനിക്ക് ഓൾറെഡി മാർക്ക് ചെയ്യാം. ഇവിടെ മാക്സിമം ആണ്, ഈ എൻഡിലും മാക്സിമം ആണ്, സെന്ററിൽ 0 ആണ്. അഗൈൻ ജോയിൻ ചെയ്യേണ്ടത് സ്ട്രൈറ്റ് ലൈൻ വെച്ചിട്ടല്ല. സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. a by root 2 അപ്പൊ ഇത് ഒരു പരാബോളയാണ്.
ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. ഇത് രണ്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വരയ്ക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് വരയ്ക്കാം. അങ്ങനെയാണ് ഇത് 0, ഇത് എ, ഇത് മൈനസ്. കൈനറ്റിക് എനർജി അങ്ങനെ വരും. പൊട്ടൻഷ്യൽ എനർജി ആദ്യം വരയ്ക്കാം. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ എനർജി 0 ആവുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുമ്പോൾ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഹലോ, ഏകദേശം a/√2 എന്നുള്ള സ്ഥലത്തായിരിക്കും ഇത് പകുതിയാവുക. ഓക്കെ, ഹലോ, ഈ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതുവരെ? +1 പഠിക്കുമ്പോൾ അന്ന് കൈനറ്റിക് എനർജി പകുതിയാവുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ? കേട്ടോ? ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാം. ടൈം ആവറേജ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു 2-3 കാര്യങ്ങൾ എഴുതാവുന്നത്. ടോട്ടൽ എനർജി എത്രയാണ്? ടോട്ടൽ എനർജി കാണാം. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ. ടോട്ടൽ എനർജി E = കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ½m². കൈനറ്റിക് എനർജി a² - x² ആണ്, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ½m²(x²). ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ½m²a² എന്ന് കിട്ടും. അല്ലെങ്കിൽ വേറൊരു എക്സ്പ്രഷൻ പറഞ്ഞായിരുന്നു. കൈനറ്റിക് എനർജിയുടെ അവിടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ അവിടെയും 2 എക്സ്പ്രഷൻ എഴുതി വെച്ചിരുന്നു. കൈനറ്റിക് എനർജി ഇങ്ങനെയാണ്: ½m², cos² ωt + 5 a² കൂടെ a². എവിടുന്ന? കൈനറ്റിക് എനർജി അല്ലേ? ½ m², a² cos² ωt + 5. അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ അവിടെ പോയി നോക്കിയാൽ ½ m², a² sin² ωt + 5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ½ m², a² sin² ωt + 5. ഇതിൽ കോമൺ ആയിട്ടുള്ളവരെ പുറത്തെടുത്താൽ ½ m², a² കോമൺ ആണ്. ബാക്കിയുള്ള എന്താണ്? എന്താ? cos² ωt + 5 + sin² ωt + 5. ആൻസർ എത്ര? 1.
കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1. അപ്പൊ എങ്ങനെ ചെയ്താലും ടോട്ടൽ എനർജിയുടെ വാല്യൂ എപ്പോഴും ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇതൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതി വെക്കാം. എന്താണത്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിയുടെ മാക്സിമം ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ ആ സമയത്ത് കൈനറ്റിക് എനർജി 0 ആണ്. ഇത് തന്നെയാണ് ടോട്ടൽ എനർജി. നിങ്ങൾ ഈ ഗ്രാഫിൽ ഏത് പോയിന്റിലും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഏറ്റവും -a എന്നുള്ള സ്ഥലത്ത് പച്ച ഗ്രാഫിന്റെ ഈ പോയിന്റും ഈ റെഡിന്റെ പോയിന്റും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ എനർജി ഇതിൽ മാർക്ക് ചെയ്താൽ ഇങ്ങനെ വരിക കേട്ടോ. ദിസ് ഈസ് ടോട്ടൽ എനർജി. ഒരു ബ്ലാക്ക് വരെ അവിടെ വരച്ചിട്ടുണ്ട്, കാണുന്നില്ല എങ്കിലും ഒന്നുകൂടെ ഇങ്ങനെ വരും. ഈ ബ്ലാക്ക് വരെയാണ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. കൈനറ്റിക് എനർജി ഇങ്ങനെ 0-ൽ നിന്ന് മാക്സിമം ആയി പിന്നെ 0-ലേക്ക് പോകും. പൊട്ടൻഷ്യൽ എനർജി മാക്സിമത്തിൽ നിന്ന് 0-ലേക്ക് പോയി പിന്നെ മാക്സിമത്തിലേക്ക്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പരസ്പരം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ടോട്ടൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ്. മനസ്സിലായോ? ഹലോ. Total energy of SHM is a constant. ഇനി വേറൊരു കാര്യം നമ്മൾ ചെയ്യാം. ഫൈൻഡ് ടൈം ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. നോക്കാം. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ രണ്ട് ഇന്റഗ്രൽ പറയാൻ പോവാണ് നിങ്ങളോട്. 0 to t cos square omega t dt. ഓക്കെ, 0 to t cos square omega t dt. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല. 2 omega t by 2 1 plus cos 2 omega t by 2 എന്ന് എഴുതാം. cos സ്ക്വയർ തീറ്റേനെ എന്തെഴുതാം? 1 plus cos 2 തീറ്റ by 2. ഒരു ഫുൾ പീരീഡിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഇന്റഗ്രൽ 0 to t 1 by 2 dt പ്ലസ് ഇന്റഗ്രൽ 0 to t cos 2 omega t by 2 dt. അടുത്തതിൻ്റെ ഇന്റഗ്രൽ 1 by 2 into t from 0 to t. അടുത്തതിൻ്റെ ഇന്റഗ്രൽ 1 by 2 into കോസിന്റെ ഇന്റഗ്രൽ sin 2 omega t by 2 omega. From 0 to t. Okay. This is a half t plus half into sin 2 omega t minus sin 0 divided by 2 omega. But omega is 2 pi by t. ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച omega is 2 pi by t. This implies integral 0 to t cos square omega t dt equal to t by 2 plus 1 by 4 omega sin ഒമേഗയുടെ സ്ഥാനത്ത് 2 pi by t കൊടുത്തു. ടീം വെട്ടിപ്പോവും. sin 4 pi എന്ന് കിട്ടും. അത് മൈനസ് sin 0. sin 4 pi എത്രയാടോ? sin 4 pi എത്രയാ? sin 4 pi വന്നോ? sin 4 pi ഇവിടെ sin n pi 0 ആണ് കേട്ടോ. ഫോർ എനി ഇൻറ്റിജർ n sin n pi 0 ആണ്. പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി.
സൈൻ പൈ 0 ആണ്, സൈൻ 2 പൈ 0 ആണ്, സൈൻ 3 പൈ 0 ആണ്, സൈൻ 4 പൈ 0 ആണ്, സൈൻ 100 പൈ 0 ആണ്, സൈൻ 1000 പൈ 0 ആണ്. എനി ഇൻറ്റീജർ ഇത് 0 ആണ്. അപ്പൊ സൈൻ 4 പൈ 0, സൈൻ 0 എത്ര? അതും 0. സോ 0 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പൊ ആൻസർ എത്രയാണ്? t/2. ഇത് എന്തിന്റെ ആൻസർ ആണ്? ഇന്റഗ്രൽ 0 ടു ടി cos സ്ക്വയർ ഒമേഗ ടി ഡി ടിയുടെ ആൻസർ ആണ് t/2. അടുത്ത ഒരെണ്ണം കൂടെ ചെയ്യാണ്. ഇന്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി. എങ്ങനെയാണോ സൈൻ സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2. 1 മൈനസ് കോസ് 2 ഒമേഗ. ഈ ഇന്റഗ്രേഷൻ നിങ്ങൾ +2 ക്ലാസ്സുകൾ ചെയ്തിട്ടില്ലേടോ? കോസ് സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും കാര്യം ചോദിച്ചത്. യെസ് ഓർ നോ? 1/2 പുറത്തെടുക്കാം. ടി ഇന്റഗ്രൽ ലിമിറ്റ് 0 ടു ടി 1/2 പുറത്തെടുക്കാം. കോസ് 2 ഒമേഗ ടിയുടെ ഇന്റഗ്രൽ സൈൻ 2 ഒമേഗ ടി ബൈ ഫ്രം 0 ടു ടി. അഗൈൻ ആദ്യത്തെ ടൈം t/2 വരും. അടുത്ത ടൈമിൽ -1/4 ഒമേഗ ഇൻറ്റു സൈൻ 2 ഒമേഗ ടി മൈനസ് സൈൻ 0. ബട്ട് അഗൈൻ ഒമേഗ 2π ബൈ ടി ആണ്. സോ ആൻസർ t/2 മൈനസ് 1/4 ഒമേഗ സൈൻ 4π മൈനസ് സൈൻ 0. സൈൻ 4π 0 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. Therefore 0 to t sin square omega t dt is t/2. Okay? ഓക്കെ ആണോ? ഇനി ഇവിടെ ഒരു 5 കൂടെ ഉണ്ടായിരുന്നു നോക്കില്ല. ഒമേഗ ടി പ്ലസ് 5 ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു 5 വരും. അപ്പൊ ഇവിടെ 4π പ്ലസ് 5 വരും. സൈൻ 2π പ്ലസ് 5 is sin 5. സൈൻ 4π പ്ലസ് 5 is sin 5. സൈൻ ഏത് ആംഗിളിനോട് കിട്ടും? ഏത് ആംഗിൾ എന്നല്ല, 2πയുടെ മൾട്ടിപ്പിൾ. സൈൻ 6π പ്ലസ് 5 ഈസ് സൈൻ 5. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് ട്രിഗ്നോമെട്രിയിൽ. അപ്പൊ ഇത് 0യുടെ പകരം ഇവിടെ 5 ആവും. ഞാൻ പറയുന്നത് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ആണ് നമ്മൾ ചെയ്തു വന്നിരുന്നതെങ്കിൽ ഈ ഒമേഗ ടിയുടെ അവിടെയൊക്കെ പ്ലസ് 5 കൂടെ വരും. ഓക്കെ? അപ്പൊ ലിമിറ്റ് ടിക്ക് 0 ഇട്ട് കൊടുത്താൽ ഇവിടെ ഒരു 5 വരും, ഇവിടെ ഒമേഗ ടി ഇവിടെ ഒരു പ്ലസ് 5 വരും. അങ്ങനെയാണെങ്കിൽ സൈൻ 4π പ്ലസ് 5 വരും, മൈനസ് സൈൻ 5 വരും, അതും 0 ആവും. അപ്പൊ ഒരു 5 പ്ലസ് ഇട്ടത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ മീനിങ്. ഒരു 5 കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആൻസർ എത്ര തന്നെ കിട്ടുള്ളൂ? ഈ ഇന്റഗ്രലിന്റെ ആൻസർ t/2 തന്നെ കിട്ടുള്ളൂ. നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇടയ്ക്ക് ഫേസ് ഇനീഷ്യൽ ഫേസ് 5 വരാറുണ്ട്. ഞാൻ അതില്ലാതെയാണ് ചെയ്തത്. കാരണം അത് ഒത്തിരി എന്താ പറയുക, എഴുതി വരുമ്പോൾ എഴുതാൻ കുറെ ഉണ്ടെന്നുള്ളത് കൊണ്ട് 5 ഇടാഞ്ഞതാണ്. 5 ഇട്ടാലും ഒരു വ്യത്യാസവും വരില്ല, ആൻസറിൽ t/2 കിട്ടുള്ളൂ. ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ഒരു 5 മിനിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ആവറേജ് വാല്യൂ ഈ അവർ ആരും ഷെഡ്യൂൾ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് ആവറേജ് വാല്യൂ കാണുന്നത്? ഒരു സൈക്കിളിലെ ഒരു പീരീഡിലെ ആവറേജ് വാല്യൂ ആണ് കാണേണ്ടത്. ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ. KE ആവറേജ് ഈസ് ഈക്വൽ ടു, ഒരു പീരീഡിലെ ടോട്ടൽ വാല്യൂ കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം 0 മുതൽ ടി വരെ. ആവറേജ് കാണാനായിട്ട് 1/t ചെയ്യും. ഒരു പീരീഡിൽ ഫുള്ള് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വാല്യൂ ആയിട്ട് ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ. നിങ്ങൾ 10 സംഖ്യകളുടെ ആവറേജ് എങ്ങനെ കാണും? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ആവറേജ് കാണാൻ പറഞ്ഞാൽ 1 മുതൽ 10 വരെ കൂട്ടണം. കൂട്ടിയാൽ മാത്രം പോരാ, എന്നിട്ട് എത്ര ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0 മുതൽ ടി വരെ കൂട്ടുന്ന പ്രോസസ്സാണ് ഇന്റഗ്രേഷൻ. എന്നിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്താലേ ആവറേജ് കിട്ടുള്ളൂ. അപ്പൊ 1/t ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ടി. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? ½ m ഒമേഗ സ്ക്വയർ a സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 dt. 1/t ½ m ഒമേഗ സ്ക്വയർ a സ്ക്വയർ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. ബാക്കി ഇന്റഗ്രൽ 0 ടു ടി കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 dt. കഴിഞ്ഞ പേജിൽ പ്രൂവ് ചെയ്തു കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5യുടെ ആൻസർ 0 ടു ടി കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5യുടെ ആൻസർ 1/2 t ആണ്.
ഇതാണ്, അതിനാണ് ഞാൻ ഇത് ആദ്യമേ പ്രൂവ് ചെയ്ത് തന്നത്. 1/2 t ആണ്. +5 ഉള്ളത് ഒരു വ്യത്യാസവും വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ 1/2 t. ഈ ടീയും ഈ താഴത്തെ ടീയും വെട്ടിപ്പോകും. ബാക്കി എന്താ കിട്ടുക? കൈനറ്റിക് എനർജിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1/4 m omega square s. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ശരിക്കും എത്രയുടെ പകുതിയാണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് a maximum by 2. മാക്സിമം വാല്യൂവിന്റെ പകുതിയാണ്. മാക്സിമം വാല്യൂ ഹാഫ് m omega square ആണ്, അതിന്റെ പകുതിയാണ്. അപ്പൊ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണ് മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ ഹാഫ് m omega square a square ആണ്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്, ടൈം ആവറേജ്. ഓക്കെ, ടൈം ആവറേജ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? ചെയ്ത് നോക്കാതെ പറയാമോ? എന്ത് വ്യത്യാസമാണ് വരുന്നത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ടൈം ആവറേജ് ചെയ്യുന്ന സമയത്ത്? ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്താവും? ഇക്വേഷൻ ഹാഫ് m omega square a square sin square omega t plus 5 ആവും. ഞാൻ തൊട്ട് മുന്നത്തെ പേജിൽ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്തു. ഒന്ന് കോസ് സ്ക്വയറിന്റെ ആവറേജ് t/2 ആണെന്ന് പറഞ്ഞു, സൈൻ സ്ക്വയറിൻ്റെതും t/2 തന്നെയാണ്. അപ്പൊ പിന്നെ ഒരു വ്യത്യാസവും വരാനില്ല. ഹാഫ് ഇൻറ്റു m omega square a square sin square omega t plus 5യുടെ ഇന്റഗ്രൽ ഫ്രം 0 to t. അതിന്റെ ആൻസർ എത്രയാടോ? t/2. ഈ ടീയും വെട്ടിപ്പോകും. ബാക്കി എത്ര കിട്ടുക? ഈ ആവറേജ് ഈസ് 1/4 m omega square a square. That is nothing but PE max by 2. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കൈനറ്റിക് എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ടോട്ടൽ എനർജി എത്രയാണ്, ടൈം ആവറേജ് കൈനറ്റിക് എനർജി എത്രയാണ്, ടൈം ആവറേജ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്ലാസ്സിലേക്ക് ഒരു കാര്യം മാത്രം ചെയ്യണം. കൈനറ്റിക് എനർജി വേഴ്സസ് ടൈം ഗ്രാഫ്, പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ടൈം. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് വേഴ്സസ് ടൈം അല്ല, വേഴ്സസ് ഡിസ്റ്റൻസ് ആണ്. 0 മുതൽ a വരെ ദൂരത്തിനനുസരിച്ചാണ്, സമയത്തിനനുസരിച്ചുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് അതൊന്ന് ചെയ്തിട്ട് വരും. ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്.